അസ്സലാമു അലൈക്കും. എല്ലാ മാന്യ പ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം. ഈ ചാനലിനെ കുറിച്ച് ഇതുവരെയും അറിയാത്തവർക്കായി കുറച്ച് കാര്യങ്ങൾ പറയാം. ഇത് ഇസ്ലാം മതവിശ്വാസികൾക്ക് മതത്തെക്കുറിച്ച്, പ്രത്യേകമായി മതത്തിലെ കർമ്മശാസ്ത്ര വിധികൾ, അതുപോലെ പരിശുദ്ധ ഖുർആനിലെ ആയത്തുകളുടെ വിവരണങ്ങൾ, തഫ്സീറുകളെ അടിസ്ഥാനമാക്കിയുള്ള വിവരണങ്ങൾ, ഇസ്ലാമിക ചരിത്രങ്ങൾ, ഇസ്ലാമിക വിശ്വാസ സംബന്ധമായ കാര്യങ്ങൾ, ഒരു മനുഷ്യൻ്റെ തൊട്ടിൽ മുതൽ കട്ടിൽ വരെ എന്ന വിധത്തിൽ പരിശുദ്ധ ഖുർആൻ നിഷ്കർഷിച്ചിട്ടുള്ള നിയമവ്യവസ്ഥകൾ മുതലായവ അറിയാവുന്നവരെ കൊണ്ട് അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു വിജ്ഞാനവേദി എന്ന നിലയിലാണ് ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നിരവധിയായ ഉസ്താദുമാർ ഇതിനു വേണ്ടി കണ്ടൻറ്റുകൾ നൽകി വരുന്നു. ആയതുകൊണ്ട് തന്നെ ഈ ചാനൽ ദീനി പ്രബോധനം എന്ന രീതിയിൽ ആരുടെയെങ്കിലും കയ്യിലെത്തിയാൽ അത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ കൂടുതലായിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനും, അതേപോലെ അത് ഷെയർ ചെയ്യുകയോ ലൈക്ക് ചെയ്യുകയോ ചെയ്താൽ കൂടുതലായ ആളുകളിലേക്ക് എത്തിക്കുന്നതിനും ഉപകാരപ്പെടും. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അള്ളാഹുവിൻ്റെ റസൂലും അവിടുത്തെ സഹാബികളും ലളിതമായ ജീവിതത്തെയാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്നത്. ദാരിദ്ര്യം മുഅ്മിനിന് നൽകപ്പെട്ടിരിക്കുന്ന സമ്മാനമാണ് എന്നൊരു ഹദീസിൽ കാണാം. അള്ളാഹുവിൻ്റെ റസൂൽ പ്രാർത്ഥിക്കുമായിരുന്നു, അല്ലാഹുമ്മ അഹീനി മിസ്കീനൻ വഅമിത്നി മിസ്കീന, അള്ളാഹുവെ എന്നെ മിസ്കീനായി ജീവിപ്പിക്കുകയും മിസ്കീനായി മരിപ്പിക്കുകയും ചെയ്യണമേ എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, എനിക്ക് ആവശ്യമെങ്കിൽ മക്കയിലെ മലകളെല്ലാം സ്വർണ്ണമാക്കി തരാമെന്ന് എൻ്റെ രക്ഷിതാവ് എന്നെ അറിയിച്ചു. ഞാൻ പറഞ്ഞു, എൻ്റെ രക്ഷിതാവേ, ഒരു ദിവസം വയറ് നിറയെ ഭക്ഷിക്കുകയാണെങ്കിൽ അടുത്ത ദിവസം വിശന്ന് കഴിയാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. കാരണം എനിക്ക് വിശപ്പുണ്ടാകുമ്പോൾ നിന്നോട് താഴ്മ കാണിക്കുകയും നിന്നെ സ്മരിക്കുകയും ചെയ്യാം. വയറ് നിറയുമ്പോൾ നിനക്ക് നന്ദി രേഖപ്പെടുത്തുകയും വാഴ്ത്തുകയും ചെയ്യാം. നാം ഏതൊരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമുദായത്തിൽപ്പെട്ട ആളെന്ന പേരിൽ അഭിമാനം കൊള്ളുന്നുവോ, ആ പരിശുദ്ധ നബിയുടെ അവസ്ഥ ഇതായിരുന്നു. ആ നബിയുടെ ഓരോ ചലനവും നമുക്ക് പിൻപറ്റാൻ പൂർണ്ണമായ യോഗ്യതയുള്ളതാണ്. ഭാര്യമാരിൽ നിന്നുണ്ടായ ചില ക്രമക്കേടിൻ്റെ പേരിൽ അവർക്ക് വിവേകമുണ്ടാകാൻ വേണ്ടി ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇനി ഒരു മാസത്തേക്ക് ഭാര്യമാരുടെ അടുക്കലേക്ക് പോവുകയില്ല എന്ന് സത്യം ചെയ്യുകയും വീടിന് മുകളിലുള്ളൊരു മുറിയിൽ ഒറ്റയ്ക്ക് പോയി താമസിക്കുകയും ചെയ്തു. ആ സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഭാര്യമാരെയെല്ലാം ഉപേക്ഷിച്ച് കളഞ്ഞു എന്നൊരു ധാരണ ജനങ്ങൾക്കിടയിൽ പ്രചരിച്ചു. അപ്പോൾ വീട്ടിലിരിക്കുകയായിരുന്ന ഉമർ റളിയല്ലാഹു അൻഹു ഈ വാർത്ത കേട്ട് ഉടനെ ഓടി പള്ളിയിൽ ചെന്നു. അവിടെ സഹാബാക്കളെല്ലാം ഓരോ സ്ഥലത്തിരുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുണ്ടായ മനോദുഃഖത്തിലും കോപത്തിലും വ്യസനിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഭാര്യമാരും അവരവരുടെ വീടുകളിലിരുന്ന് കരഞ്ഞുകൊണ്ടിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹു തൻ്റെ മകൾ ഹഫ്സ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ ചെന്നപ്പോൾ അവരും കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എന്തിനാണ് കരഞ്ഞുകൊണ്ടിരിക്കുന്നത്? തങ്ങൾക്ക് അതൃപ്തികരമായ ഒന്നും സംസാരിക്കരുതെന്ന് ഞാൻ എപ്പോഴും വിലക്കാറില്ലേ എന്ന് പറഞ്ഞ് ശകാരിച്ച ശേഷം വീണ്ടും പള്ളിയിൽ വന്നു. ആ സമയം അവിടെ മിമ്പറിനടുത്ത് കുറച്ച് സഹാബാക്കളായിരുന്നു, കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. കുറച്ച് സമയം അദ്ദേഹവും അവിടെ ഇരുന്നെങ്കിലും മനോദുഃഖത്തിൻ്റെ കാഠിന്യത്താൽ ഇരിക്കാൻ കഴിഞ്ഞില്ല. ഉടനെ ഉമർ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് തങ്ങൾ ഇരുന്നിരുന്ന സ്ഥലത്തിനടുത്തേക്ക് പോയി. അവിടെ ഗോണിയുടെ രണ്ടാമത്തെ പടിയിൽ കാൽ തൂക്കിയിട്ട് കൊണ്ടിരുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭൃത്യനായ റബാഹ് റളിയല്ലാഹു അൻഹു അവരെ അയച്ച് തങ്ങളുടെ അടുക്കൽ പ്രവേശനത്തിനായി അനുവാദം ചോദിപ്പിച്ചു. അദ്ദേഹം തങ്ങളുടെ സന്നിധിയിൽ ചെന്ന് ഉമർ റളിയല്ലാഹു അൻഹുവിന് വേണ്ടി അനുവാദം ചോദിച്ചെങ്കിലും തങ്ങൾ മിണ്ടാതിരിക്കുകയാണ്. റബാഹ് റളിയല്ലാഹു അൻഹു മടങ്ങി വന്നു. ഞാൻ താങ്കൾക്ക് വേണ്ടി അനുവാദം ചോദിച്ചെങ്കിലും തങ്ങൾ യാതൊന്നും മിണ്ടിയില്ല എന്ന് അറിയിച്ചു. ഉമർ റളിയല്ലാഹു അൻഹു നിരാശയോടെ മടങ്ങി മിമ്പറിനടുത്തേക്ക് പോയിരുന്നു. മനോദുഃഖം മൂലം ഇരിക്കാൻ കഴിയാതെ അല്പസമയം കഴിഞ്ഞ് വീണ്ടും അവിടെ ചെന്ന്
റബാ റളിയല്ലാഹു അൻഹു മുഖേന 3 പ്രാവശ്യം അനുവാദം ചോദിച്ചെങ്കിലും തങ്ങൾ ഒന്നും മിണ്ടാതെ മൗനമായിരുന്നേയുള്ളൂ. 3-ാം പ്രാവശ്യവും അനുവാദം കിട്ടാതെ നിരാശയോടുകൂടി ഉമർ റളിയല്ലാഹു അൻഹു മടങ്ങുമ്പോൾ താങ്കൾക്ക് തങ്ങളുടെ അടുക്കൽ ചെല്ലാൻ അനുവാദം കിട്ടിയിരിക്കുന്നു എന്ന് റബാഹ് റളിയല്ലാഹു അൻഹു വിളിച്ചു പറഞ്ഞു. ഉടനെ ഉമർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിലേക്ക് കടന്നു ചെല്ലുന്നു. അപ്പോൾ തങ്ങളൊരു പായയിൽ കിടക്കുകയാണ്. പായയിൽ യാതൊന്നും വിരിച്ചിട്ടില്ലാത്തതിനാൽ അതിൻ്റെ അടയാളം പരിശുദ്ധ ശരീരത്തിൽ പതിഞ്ഞു കാണാമായിരുന്നു. ഈത്തപ്പനയുടെ തൊലി നിറച്ച തോലിൻ്റെ തലയണയും വെച്ചിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ തങ്ങളുടെ സന്നിധിയിൽ ചെന്ന് ആദ്യമായി സലാം പറഞ്ഞ ശേഷം തങ്ങൾ ഭാര്യമാരെയെല്ലാം ത്വലാഖ് ചൊല്ലിയോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല എന്ന് തങ്ങൾ മറുപടി നൽകി. അപ്പോൾ തങ്ങളുടെ മനസ്സിനെ സന്തോഷിപ്പിക്കാനായി ഞാൻ പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലേ, ഖുറൈശികളായ നാം മക്കയിൽ വെച്ച് സ്ത്രീകളെ അടക്കി വച്ചിരിക്കുന്നു. എന്നാൽ ഇവിടെ മദീനയിൽ വന്ന ശേഷം അൻസാരികളായ സ്ത്രീകൾ പുരുഷന്മാരുടെ മേൽ അധികാരം നടത്തുന്നത് കണ്ടിട്ട് ഖുറൈശി സ്ത്രീകളും ആ നിലയിൽ ആയിരിക്കുകയാണ്. വേറെ 1-2 കാര്യം കൂടി ഞാൻ പറഞ്ഞപ്പോൾ തങ്ങളുടെ മുഖം പുഞ്ചിരിയാൽ പ്രകാശമാനമായി തീർന്നു. ഞാൻ അവിടെ നോക്കിയപ്പോൾ ഊറക്കിടാത്ത 3 തോലും ഒരു മൂലയിൽ ഒരു പിടി തൊലി ഗോതമ്പും ഉണ്ടായിരുന്നു. ഞാൻ അവിടെയെല്ലാം കണ്ണോടിച്ച് നോക്കിയിട്ട് ഇതല്ലാതെ മറ്റൊന്നും അവിടെ കണ്ടില്ല. ഈ അവസ്ഥ കണ്ട് ഞാൻ കരഞ്ഞുപോയി. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ നോക്കി എന്തിനാണ് കരയുന്നതെന്ന് ചോദിച്ചപ്പോൾ, അള്ളാഹുവിൻ്റെ റസൂലേ, ഞാനെങ്ങനെ കരയാതിരിക്കും? ഈ പായിയുടെ അടയാളങ്ങൾ തങ്ങളുടെ ബഹുമാനപ്പെട്ട ശരീരത്തിൽ പതിഞ്ഞിരിക്കുന്നു. വീട്ടിലുള്ള സാധനങ്ങളാണെങ്കിൽ എൻ്റെ മുമ്പിൽ കാണുന്ന ഈ വസ്തുക്കൾ മാത്രമാണല്ലോ. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂലേ, തങ്ങളുടെ ഉമ്മത്തികളിലും സമ്പൽ സമൃദ്ധമായ ജീവിതമുണ്ടാകുവാൻ വേണ്ടി തങ്ങൾ ദുആ ചെയ്യണേ. ഈ റോമാക്കാരും പേർഷ്യക്കാരും മതനിഷേധികളും അള്ളാഹുവിനെ ആരാധിക്കാത്തവരായിരുന്നിട്ടും സമൃദ്ധമായ ജീവിതം അവർക്ക് നൽകപ്പെട്ടിരിക്കുന്നു. കൈസറും കിസ്രയും മധ്യഭാഗത്തു കൂടി നദികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ആരാമങ്ങളിൽ താമസിക്കുന്നു. തങ്ങൾ അള്ളാഹുവിൻ്റെ ദൂതനും അവൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ദാസനുമായിരുന്നിട്ടും ഈ അവസ്ഥയാണല്ലോ എന്ന് ഞാൻ പറഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹു ഇത്രയും പറഞ്ഞപ്പോൾ തലയിണയിൽ ചാരിക്കിടന്നിരുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റിരുന്നു കൊണ്ട്, ഉമറേ, താങ്കൾ ഇപ്പോഴും ഇക്കാര്യത്തിൽ സംശയാലുവായി കഴിയുകയാണോ? ഞാനീ പറയുന്നത് ശ്രദ്ധിക്കണേ. ആഖിറത്തിൻ്റെ ഐശ്വര്യം ദുനിയാവിൻ്റെ ഐശ്വര്യത്തെക്കാൾ വളരെ ഉന്നതമായതാണ്. കാഫിറുകൾക്ക് ഐശ്വര്യത്തെ ഈ ദുനിയാവിൽ വെച്ച് തന്നെ അള്ളാഹു നൽകുന്നു. നമുക്ക് അള്ളാഹു അതെല്ലാം ആഖിറത്തിൽ തയ്യാറാക്കി വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു, അള്ളാഹുവിൻ്റെ റസൂലേ, എനിക്ക് വേണ്ടി തങ്ങൾ മാപ്പിനായി അപേക്ഷിച്ചാലും യഥാർത്ഥത്തിൽ ഞാൻ തെറ്റുകാരനായി പോയിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇരു ലോകങ്ങളുടെയും നേതാവും അള്ളാഹുവിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ദൂതനുമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ എളിയ ജീവിതം വിവരിക്കുന്നതിനുള്ള യാതൊരു മാതൃക ഇതായിരുന്നു. ഒരു പരുപരുത്ത പായയിൽ വിരിക്കുന്നതിനുള്ള യാതൊരു വിരിപ്പുമില്ലാതിരുന്നത് കൊണ്ട് പായയുടെ അടയാളമെല്ലാം ശരീരത്തിൽ പതിഞ്ഞിരുന്നു. വീട്ടിലുണ്ടായിരുന്ന സാധനങ്ങളുടെ സ്ഥിതിയും നാം മനസ്സിലാക്കി. എന്നിട്ടും ഒരാൾ ഐശ്വര്യമുണ്ടാകാൻ വേണ്ടി ദുആ ചെയ്യാൻ ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹത്തെ താക്കീത് ചെയ്യുകയാണ് ചെയ്തത്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് ഒരാൾ ചെന്ന് തങ്ങളുടെ വീട്ടിൽ റസൂലുള്ളാഹി കിടന്നിരുന്ന വിരിപ്പ് എങ്ങനെയുള്ളതായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ
ഈത്തപ്പനനാര് നിറച്ച തോലുകൊണ്ടുള്ള വിരിപ്പായിരുന്നു എന്ന് അവർ മറുപടി പറഞ്ഞു. ഹഫ്സാ റളിയല്ലാഹു അൻഹയോട് ഒരാൾ നിങ്ങളുടെ വീട്ടിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കിടന്നിരുന്ന വിരിപ്പ് ഏത് രീതിയിലുള്ളതായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഒരു ചാക്കായിരുന്നു. അത് രണ്ടായി മടക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വിരിച്ചു കൊടുത്തിരുന്നു. അതിനെ നാലായി മടക്കുകയാണെങ്കിൽ കുറച്ചുകൂടി മാർദ്ദവം കിട്ടുമല്ലോ എന്ന് എനിക്ക് ഒരു ദിവസം തോന്നുകയും അപ്രകാരം അതിനെ നാലായി മടക്കി ഞാൻ വിരിക്കുകയും ചെയ്തു. സുബഹിക്ക് എന്നോട് ഈ രാത്രി എന്താണ് വിരിച്ചിരുന്നത് എന്ന് തങ്ങൾ ചോദിച്ചപ്പോൾ അതേ ചാക്ക് തന്നെ നാലായി മടക്കി വിരിച്ചിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അത് മുമ്പുണ്ടായിരുന്ന അതേ നിലയിൽ തന്നെ വിരിച്ചിരുന്നാൽ മതി, അതിൻ്റെ മാർദ്ദവം രാത്രിയിൽ എഴുന്നേൽക്കുന്നതിന് തടസ്സമുണ്ടാക്കി എന്ന് പറഞ്ഞു. ഇന്ന് നാം നമ്മുടെ പഞ്ഞി നിറച്ച മാർദ്ദവമായ മെത്തയെയും തലയണയെയും കുറിച്ച് ചിന്തിക്കണം. എത്രമാത്രം ഐശ്വര്യപൂർണമായ ജീവിതമാണ് അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്നത്. ഇങ്ങനെയെല്ലാം ഉണ്ടായിരുന്നിട്ടും അള്ളാഹുവിന് ശുക്ർ ചെയ്യുന്നതിന് പകരം നാം ജീവിത പ്രയാസങ്ങളെക്കുറിച്ച് ആവലാതി പറഞ്ഞുകൊണ്ട് ചുറ്റിത്തിരിയുകയാണ്. ഹസ്രത്ത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഒരു ദിവസം ഖത്താൻ എന്നറിയപ്പെടുന്ന ഒരു കർച്ചീഫ് കയ്യിൽ വെച്ച് മൂക്ക് തുടച്ചു. അനന്തരം തന്നെത്താൻ സംബോധന ചെയ്തുകൊണ്ട് അബൂ ഹുറൈറ ഇന്ന് ഖത്താൻ വസ്ത്രം കൊണ്ട് മൂക്ക് തുടക്കുന്നു. കഴിഞ്ഞ ഒരു കാലത്തെ ഞാൻ സ്മരിക്കുന്നു. അന്ന് ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീടിൻ്റെയും മിമ്പറിൻ്റെയും ഇടയിൽ ഓർമ്മയില്ലാതെ കിടക്കുകയായിരുന്നു. എനിക്ക് ഭ്രാന്താണെന്ന് വിചാരിച്ച് ജനങ്ങൾ വന്ന് എൻ്റെ പിടലിയിൽ ചവിട്ടുമായിരുന്നു. എന്നാൽ എനിക്ക് ഭ്രാന്തൊന്നും ഉണ്ടായിരുന്നില്ല, വിശപ്പിൻ്റെ കാഠിന്യം മാത്രമായിരുന്നു. അതായത് അനേക ദിവസം പട്ടിണിയിൽ കഴിഞ്ഞത് കാരണമായി ഓർമ്മയില്ലാതെ കിടക്കുമായിരുന്നു. അക്കാലത്ത് ഭ്രാന്തിന് ചികിത്സയായി പിടലിയിൽ ചവിട്ടുക എന്നൊരു സമ്പ്രദായം ജനങ്ങൾക്കിടയിൽ പ്രചാരത്തിലുണ്ടായിരുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വലിയ ക്ഷമാശീലനും എളിയ ജീവിതത്തിൽ സംതൃപ്തനും വളരെ പട്ടിണി സഹിച്ചിരുന്ന ആളുമായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തിന് ശേഷം മുസ്ലിമീങ്ങൾക്ക് അല്ലാഹു തആല വലിയ വിജയങ്ങൾ നൽകുകയും അവർക്ക് ധാരാളമായി സമ്പത്തുണ്ടാവുകയും ചെയ്തു. ഇതെല്ലാം ഉണ്ടായിരുന്നിട്ടും അദ്ദേഹം ഇബാദത്തിൽ സദാ മുഴുകിക്കൊണ്ടിരുന്നു. ഇദ്ദേഹത്തിൻ്റെ കൈവശമുണ്ടായിരുന്ന ഒരു സഞ്ചി നിറയെ ഈത്തപ്പഴക്കുരു ശേഖരിക്കുകയും അത് തീരുന്നതുവരെ തസ്ബീഹ് ചൊല്ലിക്കൊണ്ടിരിക്കുകയും ചെയ്യുക പതിവായിരുന്നു. സഞ്ചി ഒഴിവായിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ അടിമ സ്ത്രീ വീണ്ടും അത് നിറച്ച് സമീപത്ത് കൊണ്ടുപോയി വെക്കും. രാത്രി സമയം മൂന്നായി വീതിച്ച് അതിൻ്റെ ഓരോ ഭാഗങ്ങളിലും അദ്ദേഹവും ഭാര്യയും ഭൃത്യനും മാറി മാറി ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അള്ളാഹുവേ, ഇത്തരം മഹാന്മാരുടെ പാതകൾ അതേക്കുറിച്ച് നമ്മൾ വലിയ രസകരമായ കഥയായി കേൾക്കുന്നു. നമ്മുടെ ജീവിതത്തിലോ അത് നമുക്ക് ബാധകമല്ല എന്ന രൂപത്തിൽ തിരിഞ്ഞു നടക്കുന്നു. അവരുടെ കൂടെയാണ് നാം സ്വർഗം പ്രതീക്ഷിക്കുന്നത്. കിട്ടുമോ? അള്ളാഹുവിൻ്റെ കാരുണ്യം വിശാലമാണ്. നമുക്ക് പ്രാർത്ഥിക്കാം, ചോദിക്കാം. അള്ളാഹു നൽകട്ടെ. വാഹിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.